ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 64-ാമത്തെ ശ്ലോകം നോക്കാം. കരുണാപരേണ ഹരിണാപ്യധർമ്മഃ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ഛിന്ധി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കരുണാപരേണ, കരുണാമയനായ കാരുണ്യശാലിയായ, ഹരിണാപ്യധർമ്മഃ, ഹരിണ അപി അധർമ്മഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഹരിണാപ്യധർമ്മഃ. ഹരിണാപി എന്ന് പറഞ്ഞാൽ അത് ഈ ഹരിഭഗവാൻ, സാക്ഷാൽ ശ്രീഹരി ഭഗവാനായാലും, അധർമ്മഃ, ഈ അധർമ്മത്തെ, കഥമീക്ഷ്യത്തെ, കഥം ഈക്ഷ്യത്തെ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കഥമീക്ഷ്യത്തെ. കഥം എന്നാൽ എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഈക്ഷ്യത്തെ എന്നാൽ നോക്കി നിൽക്കുക അഥവാ കണ്ട് സഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കലിയുടെ ഈ ഒരു ദോഷത്തെ, ഈ ഒരു അധർമ്മത്തെ എങ്ങനെയാണ് സാക്ഷാൽ ഭഗവാൻ പോലും കണ്ട് സഹിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇത് കണ്ടിട്ട് നോക്കി നിൽക്കുന്നത്? ഇത് 3-ാമത്തെ ചോദ്യമാണ് നാരദ മഹർഷിയോട് ശ്രീ ഭക്തിദേവി ചോദിച്ചത്. എന്നിട്ട് പറയാണ്, ഇമം മേ സംശയം ചിന്തി. ഇമം എന്നാൽ ഈ, മേ എന്നാൽ എൻ്റെ, സംശയത്തെ, ഛിന്തി എന്നാൽ ഛേദിക്കുക, ഛേദിച്ചു തന്നാലും എന്ന് പറഞ്ഞാൽ അതിനെ നീക്കിത്തന്നാലും. ത്വദ്വാച സുഖിതാസ്മ്യഹം. ത്വത് വാച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വദ്വാച. ത്വത് എന്നാൽ അങ്ങയുടെ, വാച വാക്കുകളാൽ. അപ്പോൾ അങ്ങയുടെ വാക്കുകളാൽ സുഖിതാസ്മ്യഹം, സുഖിത അസ്മി അഹം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സുഖിതാസ്മ്യഹം. സുഖിത എന്നാൽ സുഖമുള്ളവളായി, അസ്മി എന്നാൽ അങ്ങനെ ആയിത്തീരുക, ഭവിക്കും, അഹം എന്നാൽ ഞാൻ. അപ്പോൾ പറയുകയാണ്, ഇവിടെ 3 ചോദ്യങ്ങളാണ് ഭക്തിദേവി നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ട് തീർത്തും പാപങ്ങളെ മാത്രം, അല്ലെങ്കിൽ പാപരഹിതമായ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൽ തൽപരനായ, അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യമേറിയ കലിയെ പരീക്ഷിത്ത് മഹാരാജാവ് എന്തുകൊണ്ടാണ് വധിക്കാതെ ഇരുന്നത്? അതാകട്ടെ പരീക്ഷിത്ത് മഹാരാജാവിന് നല്ല ഉറപ്പുമുണ്ടായിരുന്നു കലിയുടെ കേളികൾ എന്തൊക്കെയാവുമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു, ഹ്യശുചിഹി അശുചിഹി എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ പറഞ്ഞത്, അങ്ങനെയുള്ള ഈ കലി പ്രവർത്തിക്കുമ്പോൾ അതുവരെ സർവവസ്തുക്കളിലും ഉണ്ടായിരുന്ന ആ സാരം എവിടെ പോയി? അഥവാ ആത്മീയമായ ആ മാർഗങ്ങൾ, മഹത്തായ മാർഗങ്ങളിലേക്ക് മനുഷ്യർക്ക് വരാൻ ഉള്ള ആ ഒരു പ്രവണത എങ്ങനെയാണ് ഇല്ലാതെയായത്? ഇനിയും അടുത്തതായി ചോദിക്കുന്നതാണ് ഏറ്റവും, ഈ 3 ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചോദ്യം. കാരണം ഈ കലി ഇത്രമാത്രം ദുഷ്ടമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ വിത്തുകളെ, അല്ലെങ്കിൽ ദോഷത്തിൻ്റെ വിത്തുകളെ അതിങ്ങനെ മനുഷ്യ മനസ്സുകളിലും ഈ ലോകം മുഴുവൻ വാരി വിതറുമ്പോൾ, കരുണാമയനായ ശ്രീഹരി ഭഗവാൻ എന്തേ ഈ അധർമ്മത്തെ കണ്ടിട്ടും കണ്ടുകൊണ്ട് നിൽക്കുന്നത്? എന്തേ അതിന്, ആ കലിക്ക് എതിരായി വർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കലിയെ നിഷ്കരണം ഇല്ലാതെയാക്കുന്നില്ല സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ പോലും? ഇങ്ങനെയുള്ള എൻ്റെ ഈ സംശയങ്ങളെ, അല്ലയോ ശ്രീ നാരദ മഹർഷിയെ, അങ്ങ് ഇല്ലാതെയാക്കി തന്നാലും. കാരണം അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സുഖം അനുഭവപ്പെടുന്നു, ഒരു ശാന്തി അനുഭവപ്പെടുന്നു. ഈ സുഖം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മസ്വരൂപത്തിൻ്റെ ഭാവമാണ്. അതുകൊണ്ടാണ്
ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഈശ്വരീയമായ കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോൾ നമുക്കുള്ളിലുണ്ടാകുന്ന ഉള്ളിൽ ആ ഒരു ശാന്തി നമുക്ക് ഉണ്ടാകുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും, അഥവാ നമ്മളൊക്കെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാവാം. ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും ഒക്കെ പലർക്കും പലതരത്തിലാവാം. പക്ഷേ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, മനസ്സതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ, അതിൽ മുഴുകിയിരിക്കുമ്പോൾ, നമ്മളൊരു നല്ല സത്സംഗത്തിൽ വരുമ്പോൾ, ഭഗവാന്റെ ലീലകളിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒന്നും തന്നെയും നമ്മളെ അലട്ടുന്നേയില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നുകൂടിയില്ല. എന്നാൽ ഈ ദുഃഖങ്ങളൊക്കെ അപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ ആ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ തന്നെ നമ്മളറിയാതെ വിടുവിച്ചു മാറുകയാണ് ചെയ്യുന്നത് ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ. അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ പോലും ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ, ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ, ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിൻ്റെ അനുഭവം കുറയുകയും ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള ആ ശാന്തി, ആ സമാധാനം, ആ നിർവൃതി, നമുക്ക് ശാന്തമായി പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ നമ്മളെക്കാളേറെ നമ്മളോടൊപ്പം നടന്ന, നമ്മളെ ആ സാഹചര്യങ്ങളിലൂടെ കൈപിടിച്ച് കടത്തിക്കൊണ്ടു പോകുന്നത് സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ചുറ്റും എന്തെല്ലാം അധർമ്മങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ളപ്പോഴും ആ ഭഗവാനിലേക്ക് ഒന്നടുത്ത് സ്വയം മറന്ന, ഭഗവാനിങ്കലേക്ക് സർവവും സമർപ്പിച്ച് ലയിച്ചിരിക്കാൻ കഴിഞ്ഞാൽ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അടുക്കാനാവില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിലനിൽപ്പില്ലാത്തതുപോലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ളത് അന്ധകാരത്തിലാണ്. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. കാരണം ആ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ നമ്മൾ മനസ്സിനെ ചേർത്ത് വെക്കുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ശരിയായ ജ്ഞാനത്തെ, തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിൽ നിന്ന്, ദുഃഖങ്ങളും സങ്കടങ്ങളും വിട്ടുപോയില്ലെങ്കിലും അതിന് നമ്മളിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന പ്രഹരത്തിന് കാഠിന്യം കുറയും. കാരണം അവിടെ നമ്മളോടൊപ്പമുള്ളത് വെളിച്ചത്തിൻ്റെ കോടി സൂര്യന്മാർ ഒന്നിച്ചു ജ്വലിച്ചു നിൽക്കുന്ന ആ ജ്ഞാനപ്രകാശം നമ്മളോടൊപ്പം നമ്മുടെ കൈ പിടിച്ച് നടക്കാനുള്ളപ്പോൾ ചുറ്റിനുമുള്ള അന്ധകാരത്തിന് ഇടമില്ലാതെയായി പോകുന്നു. അഥവാ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുക്ക് നിൽക്കുമ്പോഴും ഭഗവാനെ സ്മരിച്ചാൽ ആ ദുഃഖങ്ങളും മധുരമായി മാറും. നമുക്കറിയാം, യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ്റെ മനസ്സിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് ഭഗവാന്റെ രൂപമായിരുന്നു. നമുക്കിനി അങ്ങോട്ട് ഭീഷ്മസ്തുതി വായിക്കുമ്പോൾ നമുക്ക് കാണാം, പിന്നീട് വരുന്നുണ്ട് പ്രഥമസ്കന്ധത്തിൽ. അപ്പോൾ പറയുന്നുണ്ട്, ഭഗവാനെ ആ ശരശയ്യയിൽ കിടക്കുമ്പോഴും പറയുന്ന, എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഭഗവാനെ ഇപ്പോഴും അങ്ങ് ആ തേരിൽ നിന്നും ചാടിയിറങ്ങി ഉത്തരീയം ഒരു വശത്തേക്ക് പറന്നു പോകുന്ന ആ ശൗര്യം നിറഞ്ഞ ആ ഭഗവാൻ, എൻ്റെ നേർക്ക് ചീറിയെടുക്കുന്ന ആയുധവുമായി ചീറിയെടുക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ആ രൂപം എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ ഉള്ളിൽ നിന്നും മായുന്നില്ലല്ലോ എന്ന് പറയുന്ന ഭീഷ്മ പിതാമഹൻ നമുക്ക് കാണിച്ചു തരുന്നത്, നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു തത്വമുണ്ട്. അത്രയും വേദനകൾക്കിടയിലും ഭീഷ്മ പിതാമഹൻ ഒന്നും അറിയുന്നില്ല. മുന്നിൽ, മനസ്സിൽ, കണ്ണിൽ, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട് തന്നെ വേദനകൾക്ക് ഭീഷ്മ പിതാമഹനെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് രാജധർമ്മത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുള്ള ശക്തി എവിടെ നിന്നാണ് വന്നത്? അതിനുള്ള ആ ഒരു ത്രാണി, അത്രയും വേദനകൾക്കിടയിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ഭീഷ്മ പിതാമഹന് കരുത്തേകിയത് അതുവരെയും അപ്പോഴും ഉള്ളിലും കണ്ണിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഭഗവത് ചിന്തയും ഭഗവത് രൂപവുമായിരുന്നു. ഇവിടെയും അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ, ആ ഭഗവാൻ എങ്ങനെയാണ് ഈ കലിയുടെ വിളയാട്ടം കണ്ടുകൊണ്ട് മൗനം പാലിച്ച്
ഇരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഇത് കണ്ടു സഹിക്കാൻ കഴിയുന്നത്? കാരണം നമുക്കറിയാം, ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അർജുനനോട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ അധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ അധർമ്മം അതിൻ്റെ സർവ്വപരിമിതികളും ലംഘിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിളയാടുന്നുവോ, അപ്പോഴൊക്കെ അല്ലയോ അർജുന, ഞാൻ സ്വയം അവതരിക്കും. അവതാരം എന്നാൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ പറയാറുണ്ട്, ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഭഗവാൻ തന്നെ അതാത് കാലത്തിനും സാഹചര്യത്തിനും അനുയോജ്യമായ രൂപം സ്വീകരിച്ച് ഭഗവാൻ തന്നെ അധർമ്മത്തെയും അധർമ്മത്തിൻ്റെ കേന്ദ്രബിന്ദുവിനെയും, അധർമ്മം വ്യാപരിപ്പിക്കുന്ന കേന്ദ്രബിന്ദുവിനെയും, നമുക്കറിയാം കംസനെ കൊന്നത്, രാവണനെ കൊന്നത്, ഹിരണ്യാക്ഷനെ കൊന്നത്, ഹിരണ്യകശിപുവിനെ കൊല്ലുന്നത്, ഇതൊക്കെ എപ്പോഴൊക്കെ ആ അധർമ്മം മറ്റുള്ള മനസ്സുകളിലേക്കും തൻ്റെ ഉള്ളിൽ തന്നെ കൊടികുത്തി വാഴുകയും മറ്റുള്ള മനസ്സുകളിലേക്ക് അത് വ്യാപരിപ്പിക്കുകയും ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ ആ അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ സ്വയം ഇറങ്ങി വരും, ഭഗവാൻ സ്വയം അതില്ലാതെയാക്കും എന്ന് ഭഗവാൻ തന്നെയാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ, കരുണാമയനായ ആ ഭഗവാൻ എന്തേ കലിയുടെ ഈ അധാർമികമായ വിളയാട്ടം കണ്ടിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ കണ്ടു സഹിക്കാൻ ഭഗവാന് കഴിയുന്നത്? അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങ് എൻ്റെ ഈ 3 സംശയങ്ങൾക്ക്, എൻ്റെ ഈ സംശയങ്ങൾക്കെല്ലാം അങ്ങ് നിവൃത്തി ഉണ്ടാക്കി തരണമേ. എനിക്ക് അങ്ങയുടെ വാക്കുകൾ എന്നിൽ സുഖം പകരുന്നു, അഥവാ എനിക്ക് ശാന്തി പകരുന്നു. ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ ശ്രീ നാരദ മഹർഷിയുടെ മറുപടിയാണ്. ഇപ്പോൾ ഭക്തിദേവി ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിനിയും കാണാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കരുണാപരേണ ഹരിണാപ്യധർമ്മഃ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ഛിന്ധി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ഒരിടത്ത് മാത്രമേ വിസർഗം വരുന്നുള്ളൂ. ഹരിണാപ്യധർമ്മഃ, അവിടെ പകുതി ഹകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത അതേ വാക്കിൽ തന്നെ ഹരിണാപ്യധർമ്മ, അവിടെ ഹരിണ അപി അധർമ്മ ആയതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കാൻ ശ്രമിക്കുക. ഹരിണാപ്യധർമ്മ. പിന്നെ അടുത്തത് കഥമീക്ഷ്യത്തെ, അവിടെ ഈക്ഷ്യതയാണ്, കഥമീക്ഷ്യത്തെ എന്ന് വായിക്കരുത്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഇമമ്മേ സംശയം ഛിന്ധി ത്വദ്വാച, അവിടെ ത്വത് വാച ആണ്, പക്ഷെ അത് പിരിച്ചു പറയണ്ട, കഴിയുന്നതും ചേർത്ത് തന്നെ പറയുക, ത്വദ്വാച. അതുപോലെ സുഖിതാസ്മ്യഹം, അവിടെ സുഖിത അസ്മി അഹമാണ്. അപ്പോൾ ഇസ്മ്യ എന്നുള്ളിടത്ത് മ്യായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, സുഖിതാസ്മ്യഹം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഹരേ കൃഷ്ണ.